ഹലോ ഗൈസ്, സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോറക്സ് ട്രേഡിൽ ഒരു ബ്രോക്കറെ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഒരു ബ്രോക്കറെ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഈ ഒരു ബ്രോക്കർ എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഫോറക്സിലെ ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് എന്തായാലും നഷ്ടമാകും. ക്രിപ്റ്റോ മാത്രമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സ്ചേഞ്ച് ചൂസ് ചെയ്താൽ തന്നെ മതി. ആ ഒരു എക്സ്ചേഞ്ച് എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ആ ഒരു എക്സ്ചേഞ്ചിനെ ചൂസ് ചെയ്താൽ മതി. അങ്ങനെയുള്ള എക്സ്ചേഞ്ചിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിങ്ങൾക്ക് ഫോറക്സിലാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ വേൾഡിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള എക്സ്നെസ്സിൽ എങ്ങനെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. സോ ഇതിന് മുന്നേ തന്നെ FXTM എന്നൊരു ബ്രോക്കറെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കാണാത്തവരാണെന്നതിന് എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കാർഡിൽ ഞാൻ ലിങ്കും കൊടുത്തിട്ടുണ്ട്. FXTMൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഏത് അക്കൗണ്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഡെമോ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ആ വീഡിയോ ഭാഗത്ത് പറയുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എക്സ്നെസ്സിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനൊക്കെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ടുകൾ ഉണ്ട് എന്നതിന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിലും എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ കയറിയാൽ നേരെ ഇങ്ങനെയുള്ള ഒരു പേജാവും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. അപ്ഗ്രേഡ് ദ വേ യു ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ രജിസ്റ്റർ, ട്രൈ, ഫ്രീ, ഡെമോ എന്നുള്ള 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ആദ്യം തന്നെ നമുക്ക് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ആദ്യം തന്നെ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, ഒരു പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തു. താഴെ നിങ്ങളൊരു ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡും സെറ്റ് ചെയ്തിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഗൂഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ചൂസ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഡെമോ 10,000 വെർച്വൽ മണി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെമോ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ഡെമോ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അതല്ല റിയൽ അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ റിയൽ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇനി അതല്ല നിങ്ങൾക്ക് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് പിന്നീട് സെലക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ഈ ഒരു ഇൻറ്റു അടിച്ചിട്ട് നിങ്ങൾക്ക് ബാക്ക് വരാം. നെക്സ്റ്റ് പേജിൽ ഇവരുടെ പേയ്മെൻറ്റ് മെത്തേഡുകൾ ഏതൊക്കെയെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. UPI പേയ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, അതുപോലെ നമുക്ക് USDT ട്രാൻസാക്ഷൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അത് ഡെപ്പോസിറ്റ് ആയാലും വിഡ്രോവൽ ആയാലും ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിനുശേഷം ഇവിടെ കംപ്ലീറ്റ് പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ KYC നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. KYC നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് മുഖേന തന്നെ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആപ്ലിക്കേഷനിൽ കുറേ ട്രൈ ചെയ്തു, എനിക്ക് KYC കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ഞാൻ KYC കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ട്രൈ തന്നെ എന്തായി, എൻ്റെ KYC കംപ്ലീറ്റ് ആയി. സോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ത്രൂ KYC കംപ്ലീറ്റ് ആകാത്തവരാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് മുഖേന നിങ്ങൾ എന്ത് ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. KYCയിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് അവർ പറയുന്നത് നിങ്ങളുടെ മൊബൈൽ അഡ്രസ്സ് കൊടുക്കാനാണ്. കൺഫേം മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാകും. പിന്നെ ആഡ് പ്രൊഫൈൽ ഇൻഫർമേഷൻ, നിങ്ങളുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ, അതായത് നമ്മളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ ലൈസൻസോ അതൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടാവും. ആ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ KYC അപ്രൂവ് ആവും. ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് KYC ചെയ്യാനുള്ള അടുത്ത പേജിലോട്ടാകും പോവുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് എക്സ്നെസ് ഗോ എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് ആപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 4.4 സ്റ്റാറിംഗ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ഓൾറെഡി എനിക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. MT4ലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ അതിന് തൊട്ട് താഴെ തന്നെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഹിസ്റ്ററി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വേറെ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലല്ല ട്രേഡ് ചെയ്യുന്നത്. ഫോറക്സ് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ MT4ലോ അല്ലെങ്കിൽ MT5 എന്ന ആപ്ലിക്കേഷനിലോ ആണ് ട്രേഡിങ് ചെയ്യുന്നത്. ഇതൊരു ബ്രോക്കറുടെ ആപ്ലിക്കേഷൻ മാത്രമാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. താഴെയുള്ള ട്രേഡ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ കുറേ പെയറുകൾ കാണാൻ പറ്റും. ക്രിപ്റ്റോയിൽ പെയറുകളുണ്ട്, സ്റ്റോക്കിലുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ഇവിടെ പെയറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ കുറേ ന്യൂസുകൾ അതുപോലെ പെയറുകൾ കാണാം.
പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടു പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഫുള്ളി വെരിഫൈഡ് എന്ന് കാണാൻ പറ്റും. എൻ്റെ KYC വെരിഫൈഡ് ആയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആവും, വെരിഫൈഡ് ആവും. സ്ക്രോൾ ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് സെൻറ്റർ ഉണ്ട്, ഓപ്പൺ ടിക്കറ്റ് ഉണ്ട്, അതുപോലെ ലൈവ് ചാറ്റ് ഉണ്ട്. ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരോട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ പ്രോബ്ലംസുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് എങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഓൾറെഡി ഇവിടെ ഒരു ആരോമാർക്ക് കാണാം. എൻ്റെ FM ട്രേഡേഴ്സ് എന്നുള്ള ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒപ്പം ഒരു ആരോമാർക്ക് കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടാവും റിയൽ ഡെമോ അച്ചീവ്ഡ് എന്നൊക്കെ കാണാം. മുകളിൽ ഒരു പ്ലസ് ഐക്കണും കാണാം. ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിയൽ അക്കൗണ്ട് ആണ് ഡെമോ അക്കൗണ്ട് എന്നുള്ള 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിയൽ അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ റിയൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഡെമോ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഡെമോ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഡെമോ അക്കൗണ്ട് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ $10,000 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ തരും. അത് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് ആദ്യം പഠിച്ചതിന് ശേഷം മാത്രം റിയൽ അക്കൗണ്ട് എടുത്തിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മാക്സിമം ട്രേഡ് ചെയ്യാൻ നോക്കുക. റിയൽ അക്കൗണ്ട് ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ റിയൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അതിൽ സെലക്ട് ചെയ്താൽ ഇവിടെ സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. മിനിമം ഡെപ്പോസിറ്റ് വന്നിട്ടുള്ളത് $10 ആണ്. അതുപോലെ അതിൻ്റെ സ്പ്രെഡ് 0.2 ആണ്. കമ്മീഷനൊക്കെ നോ കമ്മീഷൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് സെൻഡ് എന്ന് പറഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. മിനിമം ഡെപ്പോസിറ്റ് $10 തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്തത് പ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ആണ്. $500 ആണ് അതിൻ്റെ മിനിമം ഡെപ്പോസിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് അക്കൗണ്ട് വരുന്നത് $500 ആണ് ഡെപ്പോസിറ്റ്, മിനിമം ഡെപ്പോസിറ്റ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ സെറ എന്നൊരു അക്കൗണ്ട് ഉണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കൗണ്ട് ആണ്. അത് $500 ആണ് മിനിമം ഡെപ്പോസിറ്റ് ഒക്കെ വരുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യുക. അവർ റെക്കമെൻഡ് ചെയ്യുന്നതും ഈ ഒരു അക്കൗണ്ട് തന്നെയാണ്. മിനിമം $10 ആണ് ഡെപ്പോസിറ്റ് വരുന്നത്. ഇനി മുകളിലുള്ള സെറ്റിങ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ MT5 അക്കൗണ്ട്, MT4 അക്കൗണ്ട്. നിങ്ങൾക്ക് MT5ലാണ് MT4ലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യണം. MT4 ഓൾറെഡി ഓൾഡ് വെർഷൻ ആണ്, അത് കുറച്ച് സ്ലോ ആണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. അതുകൊണ്ട് MT5ലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്കും MT5ൽ ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് തോന്നുന്നത്. ഞാൻ MT5 സെലക്ട് ചെയ്തു. ഇവിടെ സ്റ്റാൻഡേർഡ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. താഴെയുള്ള കണ്ടിന്യൂ കൊടുത്തപ്പോൾ അവിടെ അക്കൗണ്ട് സെറ്റിങ്സിലുണ്ടോ കറൻസി USD ആണ്. ലിവറേജ് എത്രത്തോളം നിങ്ങൾക്ക് കൂടുന്നുണ്ട് അത്രത്തോളം നമുക്ക് റിസ്ക് ആണെന്നുള്ള കാര്യങ്ങളൊന്ന് ഓർക്കുക. അതുകൊണ്ട് പക്ഷേ നമ്മളുടെ ആ ഒരു ചെറിയ എമൗണ്ടിന് വലിയ ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ എത്രത്തോളം റിസ്ക്കും നമുക്ക് അവിടെ ഉണ്ട്. ഇനി അക്കൗണ്ട് നിക്ക് നെയിമിൽ നിങ്ങളൊരു അക്കൗണ്ടിന് ജസ്റ്റ് ഒരു നിക്ക് നെയിം കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ട്രേഡിംഗ് പാസ്വേഡ്, അതായത് നിങ്ങളൊരു ട്രേഡിങ്ങിൻ്റെ അക്കൗണ്ടിന് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തത് ബ്രോക്കറുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. അതുപോലെ ഇത് ആ ഒരു ബ്രോക്കറെ കീഴിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പാസ്വേഡാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത്. അതായത് MT5ൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും അതിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് നിർബന്ധമാവും. നിങ്ങൾ ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു നമ്പർ കിട്ടും. ആ നമ്പറും ഇവിടെ കൊടുത്തിട്ടുള്ള പാസ്വേഡും ചെയ്തിട്ടാണ് MT5ൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള ഓപ്പൺ സെലക്ട് ചെയ്യുക. ഓക്കെ, എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. FM ട്രേഡേഴ്സ് എന്ന ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന് നേരെയുള്ള ആരോ മാർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 2 ട്രേഡിംഗ് അക്കൗണ്ട് കാണാൻ പറ്റും. ഒന്ന് ഓൾറെഡി ഉള്ളതും ഒന്ന് രണ്ടാമത് നമ്മൾ MT5ൽ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിപ്റ്റോ വാലറ്റ് ഉണ്ട്, അതുപോലെ ഓൾ പേയ്മെൻറ്റ്സും മെത്തേഡും ഉണ്ട്. ക്രിപ്റ്റോ വാലറ്റ് എന്നുള്ളത് USDT ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് ഓൾ പേയ്മെൻറ്റ് മെത്തേഡിൽ വന്നു കഴിഞ്ഞാലും USDT റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ERC20 റെക്കമെൻഡ് ചെയ്യുന്നത്, അതുപോലെ TRC20 USDT റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങൾ TRC20 USDT സെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ, കാരണം ഫീസ് കുറവാണ്. പിന്നെ UPID ഉണ്ട്, ബൈനാൻസ് പേ ഉണ്ട്, BTC, എൻടെല്ലർ, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ, USD കോയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കോയിൻസുകളൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ബാങ്ക് ചെയ്യാം, അതുപോലെ തന്നെ UPID വെച്ചിട്ടും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളിത് ഡെപ്പോസിറ്റ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ ഒരു ക്യാഷ് ആഡ് ആവും. അതിനുശേഷം നമ്മളുടെ MT5ൽ പോയിട്ട് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളിവിടെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആഡ് ആകും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഡെപ്പോസിറ്റ് ചെയ്യുന്നതും. നിങ്ങൾ ഈ ഒരു വിഡ്രോ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാലും ഇതേ മെത്തേഡിലൊക്കെ നിങ്ങൾക്ക് വിഡ്രോവൽ ചെയ്യാനും കിട്ടുന്നുണ്ട്.
അപ്പോൾ MT5 എങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ മുന്നേ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ എന്ത് ഡൗട്ടുകളുടെ താഴെ കമൻറ്റ് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായിട്ട് കാണാം.